നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തുകൊണ്ട് ഇന്ത്യയിൽ വന്നില്ല? അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണോ, അതോ അദ്ദേഹത്തിന് മുന്നിൽ സർക്കാർ വാതിൽ തുറക്കാത്തതാണോ? എന്നാൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിന് മുന്നിൽ സർക്കാർ വാതിൽ തുറന്നിരുന്നില്ല എന്നാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനായി സർക്കാരിൻ്റെ വാതിലുകൾ മുട്ടിയിരുന്നു എന്നാണ്. എന്നാൽ അത് തുറന്നിരുന്നില്ല. അക്കാര്യം തന്നോട് മാർപ്പാപ്പ പറഞ്ഞിരുന്നുവെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ വ്യക്തമാക്കുന്നു. എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് 3 ദിവസം രാജ്യത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. നാളെയും മറ്റന്നാളും സംസ്കാരം നടക്കുന്ന ദിവസവും ദുഃഖാചരണത്തിനായി കേന്ദ്ര സർക്കാർ തീരുമാനം. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടാനും സർക്കാർ ആഘോഷങ്ങൾ ഒഴിവാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം നടത്തുമ്പോഴും അദ്ദേഹത്തോട് ഇന്ത്യ കാണിച്ച അവഗണനയ്ക്ക് പകരമാകുമോ എന്നതാണ് ശേഷിക്കുന്ന ഒരു ചോദ്യം. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഇന്തോനേഷ്യ മുതൽ ക്യൂബയും വിയറ്റ്നാമും വരെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി വാതിലുകൾ തുറന്നിടുകയും ഏറ്റവും മുന്തിയ ആദരവുകൾ നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ വാതിലുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ അടഞ്ഞുകിടന്നു എന്നത് കാരണം എന്താണോ ആവോ അത് ഇപ്പോഴും വ്യക്തമല്ല. കേട്ടിടത്തോളം പോപ്പ് ഫ്രാൻസിസ് ചില വിശ്വാസികൾക്ക് ഒരു വാഗ്ദാനമാണ്, ചിലർക്ക് ഒരു വെല്ലുവിളിയും. ബസ്സിൽ പോകുന്ന പോപ്പ് ബെൻസിൽ പോകുന്ന മെത്രാന് വെല്ലുവിളിയല്ലേ? അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന പോപ്പ് അരമനകൾ വാഴുന്നവർക്ക് വെല്ലുവിളിയല്ലേ? ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പോപ്പ് മുത്തുകുടയ്ക്ക് കീഴിൽ താലമേന്തിയ വനിതകൾക്ക് നടുവിൽ അൾത്താരയിലേക്ക് അയക്കപ്പെടുന്നവർക്ക് വെല്ലുവിളിയല്ലേ? രാജകീയ വസ്ത്രാലങ്കാരങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന പോപ്പ് പുതുപദവികൾക്കനുസൃതം പുത്തൻ തൊപ്പിക്കുപ്പായങ്ങൾ അണിയാൻ വെമ്പുന്നവർക്ക് വെല്ലുവിളിയാണ്. സിംഹാസന കസേരകളിൽ ഇരിക്കാതെ പോപ്പ് അവയിൽ അമർന്നിരിക്കുന്ന മന്ദഹസിക്കുന്നവർക്ക് വെല്ലുവിളിയാണ്. നിസ്സരുടെ പാദം കഴുകി അതിൽ അമർത്തി ചുംബിക്കുന്ന പോപ്പ് പ്രമാണിമാരുടെ കാലു കഴുകുന്നവർക്ക് വെല്ലുവിളിയല്ലേ? അതെ, വെല്ലുവിളി തന്നെയാണ്. ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രാൻസിസ്കൻ സന്യാസി ധ്യാന ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ധ്യാനിക്കുമ്പോൾ പുക വലിക്കാമോ എന്ന്. ഉടൻ ഗുരുവിന്റെ കർക്കശമായ മറുപടി വന്നു, പാടില്ല. ഇതേ ചോദ്യം ഒരു ജസ്യൂട്ട് ചോദിച്ചത് ഇങ്ങനെയാണ്, ഗുരു, പുക വലിക്കുമ്പോൾ ധ്യാനിക്കാമോ എന്നാണ്. ഗുരു സന്തോഷത്തോടെ സമ്മതിച്ചു. തീർച്ചയായും ഫ്രാൻസിസ്കാർ ശുദ്ധന്മാരും ജസ്യൂട്ടുകൾ ബുദ്ധിശാലികളും ആണ് എന്നത് വ്യംഗ്യം. ഫ്രാൻസിലെ പേരു സ്വീകരിച്ച് ഒരു ജസ്യൂട്ട് മാർപ്പാപ്പയാകുമ്പോൾ പ്രാവിന്റെ നിഷ്കളങ്കതയും സർപ്പത്തിന്റെ വിവേകവും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ജാഗ്രതയും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.